നമസ്കാരം. വയനാട്ടിലെ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾ, വീട് നഷ്ടപ്പെട്ടവർ, എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗം ദുരിതക്കയത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ, എല്ലാവരും കൂട്ട വിലാപം നടത്തുമ്പോൾ, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൈപ്പിടിച്ചുയർത്താൻ, അവിടെ പുതിയ വിദ്യാലയങ്ങളുണ്ടാക്കാൻ, അവിടെ പുതിയ വീടുകളുണ്ടാക്കാൻ, അവിടെ പുതിയ പാലങ്ങളുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ നിധി സംഭരിച്ചുകൊണ്ട് ആ ജനങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് ആ പദ്ധതികളെ മുഴുവൻ അട്ടിമറിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഒരു വിഭാഗം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്, നേരത്തെ ഫണ്ടിൽ നിന്ന് NCPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഉഴവൂർ വിജയന് 25 ലക്ഷം രൂപ കൊടുത്തു, അതേപോലെ മുൻ MLA ആയ R രാമചന്ദ്രൻ നായർക്ക് സഹായം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇത്തരത്തിൽ സഹായം കൊടുത്ത ധാരാളം ആളുകളുണ്ട്. നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ജീവിതത്തിൽ ഒരു നയ പൈസ പോലും രാഷ്ട്രീയത്തിൽ നിന്ന് സമ്പാദിക്കാതെ സ്വന്തം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാനായ നേതാവായിരുന്നു CH. ആ CH മരണപ്പെട്ട സമയത്ത് കുടുംബത്തിന് വേണ്ടി ഒന്നും ബാക്കി വച്ചില്ല. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ കുടുംബത്തിന് വേണ്ട സഹായം കൊടുത്തു. മകനായ MK മുനീറിന് സ്റ്റൈപ്പൻ്റ് അടക്കം കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തി. സമാനമായ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിരുന്ന ഉഴവൂർ വിജയൻ, അദ്ദേഹം ജീവിതത്തിൽ ഒന്നുമായിട്ടില്ല, വലിയ കടം കയറിക്കൊണ്ട് അദ്ദേഹം മരണപ്പെടുന്നു. ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്തെ ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ അതിനെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ട്, അത് പർവ്വതീകരിച്ചുകൊണ്ട് ഇനി ആരും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് പ്രചരണം നടത്തുകയാണ്. അതേപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ആ സംഭവങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരും പോലീസും കൃത്യമായ ഇടപെടൽ നടത്തി കേസെടുത്തു. ആ കേസെടുത്തു എന്നുള്ളത് ആർക്കും വിവരാവകാശ നിയമപ്രകാരം ബോധ്യപ്പെടാവുന്നതുമാണ്. എന്നാൽ ഇവിടെ ചില ആളുകൾ നിരന്തരമായി പ്രചരണം നടത്തുകയാണ്. അത്തരം ആളുകളൊക്കെ തന്നെ വിവിധ സംഘടനകൾ വഴി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ തട്ടിപ്പുകൾ ആരോടും മറന്നുപോയിട്ടില്ല. ഞാനതൊന്നും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത്തരം സംഘടനകൾ ഇനി വീടുകൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കട്ടെ. എങ്ങനെയാണ് ഇവരൊക്കെ വീടുണ്ടാക്കുന്നത്? ഓരോ വിഭാഗങ്ങളും, ഇസ്ലാം മതത്തിലെ വിഭാഗങ്ങൾ ഫണ്ട് പ്രത്യേകമായി സ്വരൂപിച്ചാൽ അവർ പ്രത്യേകമായി സുന്നികൾക്കൊരു ഭാഗത്ത് കുറേ വീടുകൾ, മുജാഹിദുകൾക്കൊരു ഭാഗത്ത് കുറേ വീടുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറച്ച് വീടുകൾ, അതേപോലെ ഹിന്ദു മതത്തിലെ വിവിധ സംഘടനകൾ പ്രത്യേകം വീടുകൾ, ക്രിസ്ത്യൻ സംഘടനകൾ പ്രത്യേകം വീടുകൾ, കമ്മ്യൂണിസ്റ്റുകാർ കുറേ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് വീടുകൾ, കോൺഗ്രസ്സുകാർ അവരുടെ അനുകൂലികൾക്ക് കുറേ വീടുകൾ, മുസ്ലിം ലീഗുകാർ അവരുടെ അനുകൂലികൾക്ക് കുറേ വീടുകൾ, BJPക്കാർ അവർക്ക് കുറേ വീടുകൾ. അങ്ങനെ നേരത്തെ ഇടകലർന്ന് ഒന്നിച്ച് ജീവിച്ചു വന്ന മേപ്പാടിയിലെ ജനങ്ങളെ പ്രത്യേകം ജാതി മത രാഷ്ട്രീയ കമ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റാൻ മാത്രമേ പ്രത്യേകമായ പദ്ധതികളെ കൊണ്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ ആളുകളെയും, മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ നേരത്തെ എങ്ങനെയാണോ സ്നേഹത്തോടു കൂടി പരസ്പരം ഇടകലർന്ന് അവരെങ്ങനെ ജീവിച്ചു മരിച്ചുവോ, അവരുടെ ബാക്കിയുള്ള ആളുകൾ അതേപോലെ തന്നെ ഒന്നിച്ച് ഇടകലർന്ന് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് വളർത്തിയെടുക്കേണ്ടത്. അതിന് വേണ്ടത് സംസ്ഥാന സർക്കാർ ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് കുടിയിരുത്തുക, അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ കുറവുകൾ, അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കട്ടെ. വീഴ്ചകൾ വരുത്തുന്ന ആളുകൾക്കെതിരെ, തട്ടിപ്പ് നടത്തുന്ന ആളുകളെ പോലീസ് പിടികൂടട്ടെ എന്ന് വെച്ച് ഒരു സംവിധാനത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കരുത്. എല്ലാവരും ഈ ഉദ്യമത്തിൽ ഒന്നിച്ച് പങ്കാളികളാവാം. ഈ പ്രവർത്തനത്തെ വിജയിപ്പിക്കാം. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വൃത്തികെട്ട തരംതാണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളെ പരാജയപ്പെടുത്തണം. ഒറ്റക്കെട്ടായി മലയാളി എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. നന്ദി, നമസ്കാരം.